ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. റെസിപ്പിയെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കറി തയ്യാറാക്കാനായിട്ട് 1 കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കറിക്ക് നല്ല എരിവ് വേണ്ടവർക്ക് 1 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂണിൻ്റെ പകുതി ഗരം മസാല പൗഡർ, അതുപോലെ 1/4 ടേബിൾ സ്പൂൺ ക്യുമിൻ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം. ഇനി ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള മസാല ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എണ്ണയിൽ നല്ല പോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഗോൾഡൻ കളറാകുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള ഒരു 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. സവാള പെട്ടെന്ന് തന്നെ വാടി കിട്ടാനും വേണ്ടിയിട്ട് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് സവാളയൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരു 10 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ കിടക്കുമ്പോഴേക്കും സവാള റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യമൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു 2 തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് തക്കാളി നല്ല സോഫ്റ്റ് ആകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡറും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കനും മസാലയും കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം. ഇനി ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനിയൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കേണ്ടി വരും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. മറ്റേ പാത്രത്തിൽ നിറയെ ഉള്ളത് കാരണം പാത്രം ഒന്ന് മാറ്റി കൊടുത്തിരുന്നു. ഇപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇത്രയും മതി. ഇനി നമ്മുടെ ഈ കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തേങ്ങാപ്പാലൊന്ന് ഒഴിച്ച് കൊടുക്കണം. മീഡിയം സൈസിലുള്ള ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കിയെടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കറി കൂടുതൽ തിളക്കരുത്. ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണം. ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് കറക്റ്റ് ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെ കിട്ടും. നെയ്ച്ചോറ്, പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മുടെ നാടൻ ചോറിൻ്റെ കൂടെയും അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു റെസിപ്പിയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. വീഡിയോ കണ്ടിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു കിടിലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്